ഒറൈൻ പേടകം 4,06,771 കിലോമീറ്റർ അകലെ വരെ മനുഷ്യർ ഇതിനോടകം ഭൂമിയിൽ നിന്നും സഞ്ചരിച്ച ഏറ്റവും ദൂരെ എന്നൊരു റെക്കോർഡിന് ശേഷം ചന്ദ്രനെ വളരെ അടുത്ത് നിന്ന് കണ്ട് ഏതാണ്ട് 6,545 കിലോമീറ്റർ അകലെ നിന്നും ചന്ദ്രനെ പോയി കണ്ട് തിരികെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്ന ആ 4 സംഘം ഭൂമിയെ തൊടാൻ സമുദ്രത്തിൽ വന്ന് വീഴാൻ ഇനി കേവലം മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് തത്സമയ ദൃശ്യങ്ങൾ കൂടി കാണുവാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒറൈൻ പേടകത്തിനകത്തുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അവിടെ 4 പേർ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി ആ 4 പേർ ആ പേടകത്തിനകത്ത് ഇരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായി കാണാം. അതിൽ മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ ഉണ്ട്, ഒപ്പം ആ മിഷൻ പൈലറ്റ് വിക്ടർ ഗ്ലോവർ ഉണ്ട്, ഒപ്പം ചന്ദ്രനടുത്തേക്ക് പോകുന്ന ലോകത്തിലെ ആദ്യ വനിത എന്ന ഖ്യാതി നേടിയിരിക്കുന്ന ക്രിസ്റ്റീന കുക്കുണ്ട്. ഏറ്റവും ഒടുവിൽ കനേഡിയക്കാരനായ ജെറമി ഹാൻസൺ. ഈ 4 പേരാണ് ഇപ്പോൾ ആ പേടകത്തിനകത്തിരുന്ന് ഭൂമിയിലേക്കുള്ള മടക്കയാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നത്. അടുത്ത ഘട്ടങ്ങൾ വളരെ ക്രൂഷ്യലാണ്. ഇനിയിപ്പോൾ 5:03 അതാണ് അടുത്ത ഏറ്റവും നിർണായകമായ ഘട്ടം. ഇന്ത്യൻ സമയം 5:03 ഇനി കേവലം അരമണിക്കൂർ പോലുമില്ല. ആ സമയത്താണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പേടകം 2 പേടകങ്ങളുടെ 2 ഭാഗങ്ങളുടെ ഒരു കൂടിച്ചേരൽ നിലവിലുണ്ട്. അതിലൊന്ന് ഈ ക്രൂ മൊഡ്യൂൾ എന്ന് പറയും. അതായത് ക്രൂ മൊഡ്യൂൾ ആ പേരിൽ തന്നെ ഉണ്ട്. ക്രൂ മൊഡ്യൂൾ ആണ് ഈ സംഘാംഗങ്ങൾ ചേർന്നിരിക്കുന്ന ആ ഭാഗം, ആ ക്രൂ മൊഡ്യൂൾ എന്ന് പറയുന്നതിന്. അതും സർവീസ് മൊഡ്യൂളും ഉണ്ട്. ഇത് രണ്ടും ചേർന്നതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഇത്രയും നേരം കണ്ടുകൊണ്ടിരിക്കുന്ന പേടകത്തിന്റെ ഭാഗം. ഇനിയിപ്പോൾ അത് രണ്ടും വേർപെടാൻ പോവുകയാണ്. സർവീസ് മൊഡ്യൂൾ താഴെ തിരികെ ഭൂമിയിലേക്ക് വരില്ല. അത് ബഹിരാകാശത്ത് ഉപേക്ഷിച്ച് ഈ ക്രൂ മൊഡ്യൂൾ, ഈ 4 പേരടങ്ങുന്ന ഭാഗം മാത്രമാണ് ഭൂമിയിലേക്ക് വരാൻ പോകുന്നത്. ആ ക്രൂ മൊഡ്യൂളിന്റെ സെപ്പറേഷൻ നടക്കാൻ പോകുന്ന സമയമാണ് 5:03. ഇനി കേവലം വെറും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയത്തിന് 5:03 ക്രൂ മൊഡ്യൂൾ സെപ്പറേഷൻ നടക്കുക. തൊട്ടു പിന്നാലെ 5:07 ഒരു 18 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് പിന്നീട് ഒറൈൻ പേടകം കടക്കുകയും ചെയ്യും. ആ സമയത്ത് ഒരു പ്രത്യേക ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കാനുള്ള കൃത്യമായ ഒരു സഞ്ചാര പഥം അത് സെറ്റ് ചെയ്തതിനുള്ള ഒരു ബേണിംഗ് പ്രോസസ്, ഒരു ത്രസ്റ്ററിന്റെ ബേണിംഗ് പ്രോസസ്സ് നടക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ അറിയുന്നത് ഈ അന്തരീക്ഷത്തിലേക്ക് ഏതൊരു വസ്തുവും കടന്നു വരുമ്പോൾ അതിന് സംഭവിക്കുന്ന അന്തരീക്ഷവുമായി ഉണ്ടാകുന്ന ഘർഷണം കാരണം വലിയൊരു താപം അവിടെ ജനറേറ്റ് ചെയ്യപ്പെടും. ആ താപനില പ്രതിരോധിക്കുന്നതിനുള്ള കവചം ഇത്തരത്തിലുള്ള ബഹിരാകാശ പേടകങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അതിനാവശ്യമായ ഒരു പുറംപാളി, ഒരു പുറം ചട്ട കൃത്യമായി സെറ്റ് ചെയ്യുന്ന, കൃത്യമായി അലൈൻ ചെയ്യുന്ന ഒരു സമയമാണ് 5:07. ആ സമയത്ത് അത് പ്രവർത്തിക്കുകയും ചെയ്യും. ഒരു 18 സെക്കൻഡ് സമയം എടുത്തുകൊണ്ടാണ് ഈ പ്രോസസ് എല്ലാം ചെയ്യുക. ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഭൂമിയിലേക്കുള്ള സഞ്ചാരപഥം കൃത്യമാക്കുന്നു. അതോടൊപ്പം തന്നെ ഘർഷണം മൂലമുണ്ടാകുന്ന വലിയ ചൂട് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2600 ഡിഗ്രി സെൽഷ്യസ് ചൂടൊക്കെ ആ സമയത്ത് വരും. ചുട്ടുപഴുത്തായിരിക്കും ഈ ഒറൈൻ പേടകം ഭൂമിയിലേക്ക് വരിക. അതിനകത്തിരിക്കുന്ന 4 പേർക്കും ഒരു പോറലും ഏൽക്കാതിരിക്കാൻ കൃത്യമായ ഒരു കവചം, ഒരു പുറംപാളി ആ പേടകത്തിലുണ്ട്. അത് കൃത്യമായി അലൈൻ ചെയ്യുന്ന പ്രോസസ്സും 5:07 സംഭവിക്കും. പിന്നീട് തൊട്ടു പിന്നാലെ 5:23 ഒരു നിർണായകമായ മറ്റൊരു ഘട്ടത്തിലേക്ക് ഒറൈൻ പേടകം കടക്കുക. ശബ്ദത്തെക്കാൾ അറൗണ്ട് 35 മടങ്ങ് വേഗത്തിൽ പിന്നീട് ഭൂമിക്കരികിലേക്ക്, ഭൂമിയുടെ ഏറ്റവും അടുത്തേക്ക് ഈ പേടകം വരികയും ചെയ്യും. ആ സമയത്ത് ഭൂമിയിൽ നിന്ന് ഏതാണ്ട് ഒരു 12 കിലോമീറ്റർ അകലെ മാത്രമായിരിക്കും ഒറൈൻ പേടകം ഉണ്ടാകുക. കൃത്യമായി നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന അത്രയും അകലത്തിലേക്ക് ഒറൈൻ പേടകം വരും. തൊട്ടു പിന്നാലെ 5:33 ഈ പാരച്യൂട്ടുകൾ, ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രോഗ് പാരച്യൂട്ട് അത് വിടരുകയും ചെയ്യും. നമുക്കറിയാം ഈ പാരച്യൂട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പേടകം, താഴേക്ക് പതിക്കുന്ന പേടകത്തിന്റെ വേഗം കുറയ്ക്കുക പാരച്യൂട്ട് ഉപയോഗിച്ചാണ്. ഡ്രോഗ് പാരച്യൂട്ട് ഏറ്റവും ആദ്യം വിടരും. അത് 5:33 തൊട്ടു പിന്നാലെ പിന്നീട് വീണ്ടും നമുക്ക് വേഗം കുറയ്ക്കേണ്ടതുണ്ട്. കാരണം വളരെ മെല്ലെ മാത്രമേ 4 പേർക്കും ഒരു പൊറലും സംഭവിക്കാതെ വളരെ മെല്ലെ മാത്രമേ ഈ കടലിൽ വന്ന് ഇത് പതിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് വളരെ വളരെ പതുക്കെയായിരിക്കണം. ആ വേഗക്കുറയ്ക്കലിനായി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പാരച്യൂട്ടുകൾ. ഡ്രോഗ് പാരച്യൂട്ടിന് ശേഷം പിന്നീട് 3 ചെറിയ കുഞ്ഞൻ പാരച്യൂട്ടുകൾ കൂടി വിടരും. അതോടുകൂടി തന്നെ ഈ പേടകത്തിന്റെ വേഗം വളരെ വളരെ കുറവാകും. അങ്ങനെയാണ് 5:37 സ്പ്ലാഷ് ഡൗൺ ശാന്തസമുദ്രത്തിൽ, സാന്റിയാഗോ തീരത്തിനടുത്ത് പസഫിക് സമുദ്രത്തിൽ ഈ സ്പ്ലാഷ് ഡൗൺ സംഭവിക്കുക. തൊട്ടു പിന്നാലെ ഒരു നാസയുടെയും ഒപ്പം അമേരിക്കൻ ആർമിയുടെയും നേവൽ ടീമിന്റെയും ഒരു ഷിപ്പ് തയ്യാറായി നിൽക്കുന്നുണ്ട്. അവിടെ നിന്നും ഈ പേടകത്തെ വീണ്ടെടുക്കാൻ എക്സ്പേർട്ടുകൾ കുതിച്ചെത്തും ഇവരുടെ അടുത്തേക്ക്. പിന്നീട് ഇവരെ പുറത്തേക്കെടുത്ത് ഹെലികോപ്റ്ററിൽ കപ്പലിലേക്ക് മാറ്റുകയും പിന്നീട് ഹ്യൂസ്റ്റണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇതാണ്
ഇനി നടക്കാൻ പോകുന്ന പ്രോസസ്സുകൾ ഘട്ടം ഘട്ടമായി ഓരോന്നിനും ഓരോ പ്രോട്ടോകോൾ ഉണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കും ഈ ഘട്ടങ്ങളെല്ലാം പൂർത്തിയാക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം 5-3 നടക്കുന്ന ഈ സെപ്പറേഷനാണ്, ഈ മൊഡ്യൂൾ സെപ്പറേഷൻ. അതിന് പിന്നാലെ ഭൂമിയിലേക്ക് ഈ പേടകം അടുത്തുകൊണ്ടിരിക്കും. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഈ ഘർഷണം മൂലം സംഭവിക്കുന്ന വലിയ താപം, അതുമൂലം ഈ പേടകം ചുട്ടുപഴുത്ത് ഭൂമിയിലേക്ക് പതിക്കും. ആ സമയത്ത് അവർക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ജീവഹാനി ഉണ്ടാകാതിരിക്കാൻ, പേടകം കത്തിപ്പോകാതിരിക്കാനുള്ള കവചം, അത് ഈ താപത്തെ പ്രതിരോധിക്കുന്ന കവചമാണ്, അത് അലൈൻ ചെയ്യപ്പെടും. തൊട്ടു പിന്നാലെ പാരാച്യൂട്ടുകൾ വിടരും. തൊട്ടു പിന്നാലെ വീണ്ടും ഇതിന്റെ വേഗം കുറയ്ക്കപ്പെടും. അങ്ങനെ സ്പ്ലാഷ് ഡൗൺ സംഭവിക്കും. ഈ ഘട്ടങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ മാത്രമാണ് ആർട്ടിമിസ് 2 എന്ന് പറയുന്ന ദൗത്യം പൂർത്തിയാവുക. ആർട്ടിമിസ് 2 എന്ന ദൗത്യം നമുക്കറിയാം, അമേരിക്കൻ സമയം നോക്കുകയാണെങ്കിൽ ഈ മാസം 1-ാം തീയതി, ഇന്ത്യൻ സമയം ഏപ്രിൽ 2-ാം തീയതിയാണ് ഇതിന്റെ വിക്ഷേപണം സംഭവിച്ചത്. അതും അമേരിക്കയിലെ നാസയുടെ ആസ്ഥാനമായ കെനഡി സ്പേസ് സെന്ററിലെ 39B എന്ന് പറയുന്ന വിക്ഷേപണത്തറയിൽ നിന്നും SLS സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന് പറയുന്ന കരുത്തുറ്റ കൂറ്റൻ റോക്കറ്റ് ഉപയോഗിച്ചാണ് ഈ ആ പേടകത്തിലേക്ക് 4 പേരെയും വഹിച്ച് ഈ റോക്കറ്റ് അവിടെ നിന്നും കുതിച്ചുയർന്നത്. പിന്നീട് ഘട്ടം ഘട്ടമായി ഭൂമിയുടെ മണ്ഡലത്തിൽ നിന്നും കടന്ന് ചന്ദ്രന്റെ അരികിലേക്ക് ഈ പേടകം പറക്കുന്ന കാഴ്ച തത്സമയം നമ്മൾ കാണുകയും ചെയ്തു. നാസ ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിലെ ഓരോ ഘട്ടങ്ങളും തത്സമയം ഭൂമിയിലേക്ക് അയച്ചു നൽകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പേടകത്തിന്റെ യാത്ര, പേടകം എവിടെ എത്തി, എത്ര അകലെ എത്തി, ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ നമുക്ക് ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഭൂമിയുടെ മനോഹരമായ ചിത്രങ്ങൾ പകർത്തി തിരികെ ഭൂമിയിലേക്ക് ഈ യാത്രികർ അയക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ചകൾ കണ്ട്, ആ വിസ്മയങ്ങൾ കണ്ട് നമ്മൾ വലിയ രീതിയിൽ നമുക്ക് കൗതുകം ഉണ്ടാവുകയും ചെയ്തതാണ്. പിന്നീട് വീണ്ടും ചന്ദ്രനടുത്തേക്ക് ഈ പേടകം പറക്കുന്നതും ചന്ദ്രനെയും കടന്ന് അവിടെയാണ് ഒരു റെക്കോർഡ് ഈ ടീം ഭേദിച്ചത്. 1970 അപ്പോളോ 13 അന്ന് കുറിച്ച റെക്കോർഡാണ് ഇത്തവണത്തെ ആർട്ടിമിസ് 2 സംഘം ഭേദിച്ചത്. അത് ചന്ദ്രനിൽ നിന്നും അപ്പുറത്തേക്ക് പോയി ഭൂമിയിൽ നിന്നും മനുഷ്യർ സഞ്ചരിക്കുന്ന ഏറ്റവും അകലെ എന്ന റെക്കോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. 4,06,771 കിലോമീറ്റർ അകലേക്ക് ഈ പേടകം പോവുകയുണ്ടായി. അതാണ് ഇതിനോടകം ഭൂമിയിൽ നിന്നും മനുഷ്യർ സഞ്ചരിച്ച ഏറ്റവും അകലെ എന്ന ദൂരം. ആ റെക്കോർഡ് കുറിച്ച ശേഷം പിന്നീട് മറുഭാഗത്തേക്ക്, നമ്മൾ കാണുന്ന ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രമാണ്, ആ ചന്ദ്രന്റെ മറുഭാഗം എന്താണെന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന ആദ്യത്തെ ടീമായി ഈ അരനൂറ്റാണ്ടിന് ശേഷം ഈ ആർട്ടിമിസ് 2 സംഘം മാറുകയായിരുന്നു. ഓർക്കുക, 54 വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഭൂമിയിൽ നിന്ന് മനുഷ്യർ ചന്ദ്രനിലേക്ക് യാത്ര പോയത്. അതിന് പിന്നാലെ ഇപ്പോൾ അരനൂറ്റാണ്ടിന് ശേഷം ഒരു സംഘം കൂടി യാത്രയാകുന്നു. 4 പേർ അവർ ചന്ദ്രനെ ചുറ്റിക്കറങ്ങി തിരികെ ഭൂമിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. കേവലം മിനിറ്റുകൾ മാത്രമാണ് ഭൂമിയിലേക്കുള്ള അവരുടെ പാദസ്പർശത്തിന് ബാക്കിയുള്ളത്. അതിനായി ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇനി വീണ്ടും ചന്ദ്രനിലേക്ക് എത്തിയ ശേഷം, ചന്ദ്രനടുത്തേക്ക് എത്തിയ ശേഷം, ചന്ദ്രന്റെ മറുഭാഗത്തേക്ക് പോയ സമയത്ത് അവർ കണ്ട ഏറ്റവും വിസ്മയകരമായ ഒരു കാഴ്ച അവിടുത്തെ സൂര്യഗ്രഹണമായിരുന്നു. അതായത് ഭൂമി, പിന്നീട് ചന്ദ്രൻ, അതും കഴിഞ്ഞ് നമ്മുടെ പേടകം. അതായത് പേടകത്തിനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുന്ന സമയത്ത്, ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്ന ഒരു ഘട്ടത്തിൽ കൃത്യമായ ആംഗിളിൽ അവർ പകർത്തിയ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്ന, സൂര്യഗ്രഹണം എന്ന് പറയുന്ന പ്രതിഭാസം, അത് കൃത്യമായി അവർ കാണുകയും അത് ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. വളരെ വിസ്മയകരമായ കാഴ്ചയാണ് അത് നമുക്ക് സമ്മാനിച്ചത്. പിന്നീട് വീണ്ടും അവർ ചന്ദ്രനെ ചുറ്റിക്കറങ്ങി മുന്നിലേക്ക് വരുന്നു. ഭൂമിക്ക് അരികിലേക്കുള്ള യാത്ര അവിടുന്ന് തുടങ്ങിയതാണ്. ഇപ്പോൾ ആ യാത്ര പരിസമാപ്തിയിലേക്ക് എത്താൻ പോവുകയാണ്. ആ സമയത്ത് ചന്ദ്രനിലെ ഗർത്തങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. 2 ക്രേറ്റേഴ്സിനെ അവർ പുതുതായി കണ്ടെത്തുകയും ചെയ്തു. അതിന് പേര് നൽകുന്ന സംഭവം ഉണ്ടായി. ഒപ്പം ഈ ക്രേറ്ററുകൾ എന്താണ്, അതിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള പല ചിത്രങ്ങളും ഗവേഷണങ്ങളും ആ സമയത്ത്, ഈ ചാന്ദ്ര നിരീക്ഷണ സമയത്ത് അവർ നടത്തുകയും ചെയ്തതാണ്. തിരികെ ഭൂമിയിലേക്ക് മടങ്ങുന്ന വഴി ചന്ദ്രന്റെ കുറേയധികം ചിത്രങ്ങൾ അവർ പകർത്തി, ഭൂമിയുടെ ചിത്രങ്ങൾ പകർത്തി. ചന്ദ്രനരികിൽ നിന്നും ഭൂമിയുടെ അസ്തമയം അവർ പകർത്തുകയുണ്ടായി. അതിനെ ഭൗമാസ്തമയം എന്ന് വിളിക്കാം. ആ സുന്ദരമായ കാഴ്ച കണ്ട് അമ്പരപ്പുണ്ടായി എന്നാണ് വിക്ടർ ഗ്ലോവറും അതോടൊപ്പം തന്നെ റീഡ് വൈസ്മാനും ഒക്കെ അവിടെ നിന്ന് പറയുകയും ചെയ്തത്. തിരികെ ഭൂമിയിലേക്കുള്ള യാത്രാ സമയത്ത് അവർ കണ്ടെത്തിയ ഈ വിശേഷങ്ങളെല്ലാം ഭൂമിയിൽ വരികയും ഇവിടുത്തെ ശാസ്ത്ര ലോകത്തിന് ഇവർ കൈമാറുകയും ചെയ്യും. അത് വലിയ മുതൽക്കൂട്ടാകും ഈ ശാസ്ത്ര ലോകത്തിന്റെ ഗതിക്ക് അവർ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ദൗത്യം ഇവിടം കൊണ്ടും തീരുന്നില്ല എന്നറിയുക.
ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നു, ഇവർ എന്തിനാണ് ചന്ദ്രനെ ചുറ്റിക്കറങ്ങി തിരികെ വരുന്നത്, എന്തുകൊണ്ട് ചന്ദ്രനിൽ ഇറങ്ങുന്നില്ല? 60കളിൽ ചന്ദ്രനിൽ പോയ മനുഷ്യർ ഉണ്ട്. നീൽ ആംസ്ട്രോങ് 69ൽ ചന്ദ്രനിൽ കാലുകുത്തിയതാണ്. ആ സമയത്തില്ലാത്ത ടെക്നോളജി ഇപ്പോഴില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ചന്ദ്രനിൽ ഇപ്പോൾ ഇവർ പോയി ഇറങ്ങാത്തത് എന്ന് ചോദിക്കുന്നു. അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, ആ സമയം പോലെയല്ല ഈ സമയം എന്ന് സ്വാഭാവികമായിട്ടും പറയേണ്ടി വരും. ആ സമയത്തെ ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആണ്. അത്തരം ടെക്നോളജികൾ ഇപ്പോൾ ലോകം ഊന്നൽ നൽകുന്നില്ല, അതിൽ നിന്ന് ഒരുപാട് മാറിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ്, സുരക്ഷാ മാനദണ്ഡങ്ങൾ അന്നുണ്ടായതിനേക്കാൾ എത്രയോ അധികം വളരെ ക്രൂഷ്യലാണ്, നിർണായകമാണ്. ഒരു രീതിയിലുമുള്ള അനോമലീസും തെറ്റുകളും സംഭവിക്കാൻ പാടില്ല. ഈ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ മനുഷ്യരുടെ ജീവൻ വെച്ചുള്ള കളിയാണ്. അതുകൊണ്ട് തന്നെ ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. വളരെ കർശനമാണ് അത്തരം സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്ന് അറിയുക. അതുകൊണ്ടുകൂടി തന്നെയാണ് ഇത്രയും നാൾ അതുമായി ബന്ധപ്പെട്ട ദൗത്യങ്ങൾ ഉണ്ടാകാതിരുന്നത്. മാത്രവുമല്ല, ആ സമയത്തുണ്ടായിരുന്ന കോൾഡ് വാർ, സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുണ്ടായ യുദ്ധം, അതൊക്കെ ഇതിന് കാരണമായിട്ടുണ്ട്. ഒരു പടി മുന്നിൽ കയറുക എന്ന ലക്ഷ്യം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തുടരെ അത്തരം ദൗത്യങ്ങൾ ചെയ്തു. പിന്നീട് ആ ഡ്രൈവ് നഷ്ടപ്പെട്ടു. ഇനി എന്താണ് കീഴടക്കാനുള്ളത്? ഇനി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് മതിയാക്കാം എന്ന തീരുമാനമെടുക്കുന്നു. പിന്നെ ഭീമമായ ചിലവ്, ഒരുപക്ഷെ $ബില്യൺ, എത്രയോ $ബില്യൺ ചെലവാക്കിയാണ് ഇത്തരം ദൗത്യങ്ങൾ അന്ന് 60കളിലും 70കളിലും ഒക്കെ നടത്തിയത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി വരുമാനം തിരികെ കിട്ടാനുമില്ല എന്ന തിരിച്ചറിവ് കൂടി ഉണ്ടായിരുന്നു. അമേരിക്കൻ ഗവൺമെന്റിന് അതുമായി ബന്ധപ്പെട്ട വലിയ തുക ചെലവഴിക്കാൻ താല്പര്യമില്ലാതെ വരുന്നു. സ്വാഭാവികമായിട്ടും ഇത്തരം ദൗത്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്നു. പകരം സാറ്റലൈറ്റുകൾ, അവരെ ഇഷ്ടം പോലെ സാറ്റലൈറ്റുകൾ പിന്നീട് വിക്ഷേപിക്കുകയുണ്ടായി. അതൊക്കെ നമുക്ക് ഇത്തരം ചിത്രങ്ങളും ഒക്കെ എടുത്തെങ്കിലും മനുഷ്യരെ അയക്കുക എന്ന ദൗത്യത്തിലേക്ക് പിന്നീട് അധികം ശ്രദ്ധ ഊന്നിയതുമില്ല. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് മാറ്റി ചിന്തിക്കുന്നു? സ്വാഭാവികമായി വരേണ്ട രണ്ടാമത്തെ ചോദ്യമാണ്. അതിനുത്തരമുണ്ട്. ഭൂമിക്ക് പുറത്തേക്ക് മനുഷ്യർ അവരുടെ വാസം മാറ്റാൻ ആഗ്രഹിക്കുന്നു. മറ്റു ഗോളങ്ങളിലേക്ക്, ഗ്രഹങ്ങളിലേക്ക് മനുഷ്യർ അവരുടെ സഞ്ചാരം അല്ലെങ്കിൽ വാസം മാറ്റാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യ ചവിട്ടുപടിയാണ് ആർട്ടിമിസ് 2 എന്നറിയുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.